ട്രാവൽ വ്ളോഗ് ബൈ മിഥുൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ യാത്രയിലാണ് മൂന്നാറിലേക്ക്. മൂന്നാർ ഇറങ്ങാതെ തന്നെ നമുക്ക് മൂന്നാറിലത്തെ എല്ലാ കാഴ്ചകളും നൽകുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പൂരം കണ്ടോ. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ആദ്യം കോട്ടക്കലിൽ നിന്ന് മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മൂന്നാർ ഉദുമൽപേട്ടിലേക്കുള്ള എറണാകുളത്ത് നിന്ന് രാവിലെ 5:15 പുറപ്പെട്ട് മൂന്നാറിൽ ഒരു 10 മണിയാകുമ്പോൾ എത്തുന്ന രീതിയിലുള്ള ഫാസ്റ്റ് പാസഞ്ചറിലാണ് നമ്മൾ പോകുന്നത്. അത് ഉദുമൽപേട്ടേക്കുള്ള ബസ്സാണ്. ഇപ്പോൾ സമയം രാവിലെ 6:30-7 മണി ആയിട്ടുണ്ട്. ഈ ബസ്സിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. Time forgets my name. Every turn feels like a prayer. Nothing here's the same. അങ്ങനെ മൂന്നാറിലേക്കുള്ള പോകുന്ന വഴിക്ക് അടിമാലി എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മലകളുടെയും നല്ല ഭംഗിയാർന്ന സീനറി എല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല എൻജോയ് ചെയ്ത ഒരു യാത്രയാണ്. നല്ല നല്ല സീനറി ഓരോ ഫ്രെയിമിലും. മിക്ക സ്ഥലത്തും റോഡ് പണി നടക്കുന്നുണ്ട്. അതിനാലാണ് മൂന്നാറിലേക്ക് അധിക സമയം ബ്ലോക്ക് ഉണ്ടാവുന്നത്. ഇന്ന് പൊതുവെ ബ്ലോക്ക് കുറവാണ്. പറയുമ്പോൾ ഇന്ന് സൺഡേ ആണ്. മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം നല്ല ബ്ലോക്ക് പ്രതീക്ഷിക്കാം. കഴിവതും ബസ് റിസർവ് ചെയ്തിട്ട് വരിക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. KSRTCയുടെ ഒരു ടൂർ വണ്ടി കണ്ടു. ഇതാണ് ചീയാപ്പാറ വാട്ടർഫാൾസ്. വെള്ളമില്ല. തേയിലത്തോട്ടങ്ങളെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അടിമാലി കഴിഞ്ഞ് മൂന്നാറിലേക്കുള്ള ചുരത്തിലുള്ള കാഴ്ചകളാണ്. Sunlight breaks the drifting mist, paints the hills in gold. Every moment softly says, you're safe, you're whole. നിങ്ങൾ മൂന്നാർ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ രാവിലെ ഒരു 7 മണി കഴിഞ്ഞിട്ട് അടിമാലിയിൽ നിന്ന് മല കയറുകയായിരിക്കും നല്ലത്. എന്നാൽ നല്ല നല്ല സീനറി കാണാൻ പറ്റും. അല്ലെങ്കിൽ പുലർച്ചെ എത്തുകയാണെങ്കിൽ പിന്നെ ഈ സീനറി എല്ലാം മിസ്സാവും. Passing lights through the window brush against my tie. അങ്ങനെ മൂന്നാറിൽ വ്യത്യസ്തമായ പൂന്തോട്ടങ്ങളും എല്ലാം കാണാൻ സാധിച്ചു. Quietly it makes its home. Even the rhythm of the buzz feels like a lullaby alone. Raindrops touching. ചെറിയ ചെറിയ വീടുകളെല്ലാം കണ്ടോ. അത് ഇതേപോലത്തെ ദൃശ്യങ്ങൾ നമുക്ക് വട്ടവടയിലും കാണാൻ സാധിക്കും. ഈ വീടുകളെല്ലാം മലയുടെ ഇടയിലൂടെ ഇങ്ങനെ വീടുകളൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെ മൂന്നാർ ടൗണ് KSRTC സ്റ്റാൻഡിന്റെ അടുത്ത് എത്താനായി ബസ്. ഇതാണ് മൂന്നാർ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ടായിരുന്നു. മൂന്നാർ ടൗണിന്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടുന്നാണ് നമുക്ക് റൂട്ട് തിരിഞ്ഞു പോകുന്നത്. തേനിയിലേക്കുള്ള റൂട്ട്, പിന്നെ ഉദുമൽപേട്ടയിലേക്കുള്ള റൂട്ട്, അങ്ങനെ ഡിഫറെന്റ് റൂട്ട്സ് തിരിഞ്ഞു പോകുന്നു. ഇവിടുന്ന് വട്ടവടയ്ക്കുള്ള റൂട്ടും ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വട്ടവട ടോപ്പ് സ്റ്റേഷൻ
അങ്ങോട്ട് അത് നമ്മളൊരു വേറെ ട്രിപ്പായിട്ട് നമ്മൾ അടുത്ത മൂന്നാമത്തെ ഒരു എപ്പിസോഡായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. In this silence I slowly fade into who I'm meant to be. The scent of tea on mountain air lingers somewhere in my mind. Places I once used to be. Come walking back in time. All the passengers are sleeping, but my thoughts refuse to rest. പോകുന്ന വഴി നമുക്ക് കുറെ ടീ ഫാക്ടറീസ് എല്ലാം കാണാം. In the calm of these old hills I learn myself the best. Life is like these winding roads, stopping, turning, moving on. Some places change us loudly, others heal us when we're gone. But this night asked nothing more. It understands without a sound, whispers softly to my heart, you're enough right now. This journey doesn't speak at all, yet it tells me everything. Mountains asleep along the road. ഇരവികുളം നാഷണൽ പാർക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ ഇറങ്ങാൻ സാധിച്ചില്ല, തുടർച്ചയായിട്ടുള്ള യാത്രയായതിനാൽ. This endless night remakes my soul. പിന്നെ ഞങ്ങളുടെ യാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്ന് നമ്മൾ ഉദുമൽപേട്ട് എത്തിയിട്ട് പിന്നെ പൊള്ളാച്ചി റൂട്ടിലാണ് പോകുന്നത്. അത് കാരണം മൂന്നാർക്ക് അടിമാലിയിൽ നിന്നുള്ള ബ്ലോക്ക് നമ്മളധികം ബാധിച്ചില്ല ഉച്ചയ്ക്ക് ശേഷമുള്ള. കാരണം നമ്മൾ റിട്ടേൺ ഉദുമൽപേട്ട് വഴിയാണ് പോകുന്നത്. ഉദുമൽപേട്ട്, പൊള്ളാച്ചി, പാലക്കാട് വഴിയാണ് പോകുന്നത്. ഇത് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റിന്റെ പുതിയ ബസ് ആയതിനാൽ നല്ല സുഖകരമായ യാത്രയായിരുന്നു. വളരെ സപ്പോർട്ടീവായ കണ്ടക്ടറും എല്ലാം ആയിരുന്നു. നിരവധി യാത്രക്കാർക്ക് മൂന്നാർ കാണേണ്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. Street lights fall like falling stars, one by one they fade. Windows frame the passing hills, painted green and gray. The night leans close and listens in to every thought I hide. Even in this crowded bus, I'm alone inside. The rain keeps time against the glass. The world moves slow then fast. I'm learning how to let things go without asking for the past. The road knows my name tonight, even when I don't. It carries all my quiet fears and the dreams I never wrote. I don't ask where this ends,
just follow every sign. The road ഈ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട്. ഇതധികം മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ പോകുന്ന ബസ്സുകളാണ്. Fields breathe in sleeping light, mist curls around the trees. Every turn feels like a memory I forgot I used to need. Everyone around me sleeps, but my heart stays wide awake, listening to the mountains hum with every mile I take. Some journeys aren't about the place or the time it takes to reach. They're about the spaces in between and the truths we never speak. ഈ ഡ്രൈവർമാര് അധികം നല്ല എക്സ്പെർട്ട് ഡ്രൈവർമാരാണ്. ഇത്ര ചെറിയ റോഡിലൂടെ ഇപ്പോൾ ഓപ്പോസിറ്റ് ബസ്സുകളൊക്കെ വരുമ്പോൾ അവർ സൈഡാക്കി കൊടുക്കുന്ന രീതി തന്നെ വളരെ കൗതുകരമാണ്. The bus moves on, the hills remain, the road remembers. കോടമഞ്ഞ് കണ്ടോ മലമുകളിൽ? മൂന്നാറിലെ ക്ലൈമറ്റ് രാത്രിയും ഏർലി മോർണിംഗ് ആണ് തണുപ്പുള്ളത് തോന്നുന്നുണ്ട്. ഞങ്ങളെത്തിയപ്പോഴേക്ക് ഒരു 10 മണിയായ തണുപ്പൻ ഒന്നും ഉണ്ടായിരുന്നില്ല. Brush against my tired eyes. Night descends into my chest. Quietly it makes its home. Even the rhythm of the bus feels like a lullaby alone. Raindrops touch and drift away. The wind asks nothing in return. I don't know what I came searching for. നല്ല ഡിമാൻഡുള്ള റൂട്ടാണ്. ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് എല്ലാ ബസ് സീറ്റും ഫുള്ളായിരുന്നു ഏകദേശം. Roads and mountains walk beside me like they know the shape I'm in.
This endless night reshapes my heart softly. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തേനി റൂട്ടിലുള്ള ഗ്യാപ്പ് റോഡിന്റെ കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിലും അധികം തേയിലത്തോട്ടങ്ങളാണ്. നല്ല പച്ച നിറത്തിലുള്ള നല്ല ഭംഗിയാർന്ന തേയിലത്തോട്ടങ്ങളുടെ ദൃശ്യങ്ങളാണ്. ഈ റൂട്ടിലൂടെ നിങ്ങൾക്ക് എല്ലാതരം ദൃശ്യങ്ങളും കാണാം. നല്ല വലിയ മലകൾ, തേയിലത്തോട്ടങ്ങൾ. Scent of tea on mountain air lingers somewhere in my mind. Places I once used to be come walking back in time. All the passengers are sleeping, but my thoughts refuse to rest. In the calm of these old hills, I learn myself. ഇത് ടീ ഫാക്ടറിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. Life is like these winding roads, stopping, turning, ഇവിടെ ഒരു കോവില് കാണാം. some places change us loudly, others heal us when we're gone. But this night കമ്പിവേലി എല്ലാം സ്ഥാപിച്ച ഈ വഴികളിലൂടെയുള്ള യാത്ര അധികം വളരെ നല്ല യാത്രയാണ്. ends without a sound, whisper softly to my heart, you're enough right now. This journey doesn't speak at all, yet it tells me everything. അങ്ങ് കോടമഞ്ഞ് കാണാൻ നമുക്ക് മലകളുടെ മുകളിൽ. ഡ്രൈവർമാരെല്ലാം അധികം കോപ്പറേറ്റീവ് ആണ്. ചില തമിഴ്നാട്ടിൽ നിന്നുള്ള ഡ്രൈവർമാര് സൈഡ് തരാത്തതിനുള്ള പ്രശ്നങ്ങളെല്ലാം കാണിക്കുന്നു. അപ്പൊ നമ്മുടെ ബസ്സിൽ തന്നെ തമിഴ്നാട്ടുകാരിൽ അവര് തന്നെ അവരോട് ചൂടാവുന്നത് കണ്ടു. അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യം കണ്ടോ? അങ്ങനെ നമ്മൾ ലക്കം വാട്ടർഫാൾസിൽ എത്തിച്ചേർന്നു. The bus moves on, the mountains sleep. നിങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മറയൂർ വരെ എത്തി തിരിച്ചു പോകുന്ന രീതിയിലായിരിക്കും നല്ലത്. മറയൂർ വരെ നല്ല നല്ല കാഴ്ചകളുണ്ട്. അതിനുശേഷം അധികം നിങ്ങൾക്ക് ഫോറസ്റ്റ് ഏരിയയുടെ കാഴ്ചകളാണ് അധികം കാണാൻ കിട്ടുക. അതും ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നീട് നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്കുള്ള എൻട്രൻസും പിന്നെ തമിഴ്നാട്ടിലുള്ള സ്ഥലമാണ് ഉദുമൽപേട്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ച് പൊള്ളാച്ചിയിലൂടെ പോവുകയാണെങ്കിൽ മാത്രം ആ റൂട്ട് തിരഞ്ഞെടുത്താൽ മതി. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ മറയൂർ ഇറങ്ങി പിന്നീട് കാന്തല്ലൂരോ അങ്ങനെ കാന്തല്ലൂർ കണ്ട് തിരിച്ച് മടങ്ങായിരിക്കും നല്ലത്. പക്ഷെ ബ്ലോക്കിന്റെ കാര്യം ആലോചിക്കും വേണം. തിരിച്ച് നല്ല ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ബസ് ഒരു 12:30 മണി ആ നേരത്തൊക്കെയാണ് ഉദുമൽപേട്ട എത്തുന്നത്. Rain keeps time on broken glass. The night forgets my name. I stop asking where I'm going. Every road feels the same.
അങ്ങനെ നമ്മൾ മറയൂരെത്തി. മറയൂരിൽ നിന്ന് അധികം കയറാനുള്ളത് തമിഴ്നാട്ടിലേക്കുള്ള യാത്രക്കാരാണ്. മറയൂരിൽ നിന്ന് മറയൂർ ശർക്കരയും ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും എല്ലാം വാങ്ങി. മറയൂർ ഒരു 15 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ മൂന്നാറിലേക്കുള്ള 2ാമത്തെ യാത്രയാണ്. ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടതാണോ? തേനി റൂട്ടിലുള്ള ഗ്യാപ്പ് റോഡിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. നമ്മുടെ ഫോഴ്സ് കമ്പനീൻ്റെ ഒരു ടെസ്റ്റ് വണ്ടി കണ്ടു. നമ്മളിനി വട്ടവട റൂട്ട് പോയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വട്ടവടയിലൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ബസ് സൈഡാക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റേ സൈഡിൽ കൊക്കയാണ് അധികം. അങ്ങനെ നമ്മൾ ചിന്നാർ ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലേക്ക് കടന്നു. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റാണ് ഇവിടെ. മൊച്ചയിലും കുരങ്ങന്മാരെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മൊബൈലും എല്ലാം നന്നായി ശ്രദ്ധിക്കണം. അവർ കുരങ്ങന്മാർ തട്ടിപ്പറിച്ച് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഭാഗത്തേക്ക് കടന്നു. This journey holds me just enough until the night feels kind. When morning finds this moving bus, I'll leave a part behind. ഇതാണ് ഉടുമൽപേട്ട ടൗൺ. നമ്മൾ ഉടുമൽപേട്ട ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് പോകുന്നത്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയി കാണും വരെ ഗുഡ് ബൈ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണേ.